സുഹൃത്തുക്കളെ, ഈ മെയ് മാസത്തെ ഫലം നിങ്ങൾക്ക് എങ്ങനെയെന്ന് നോക്കാം. അപ്പൊ ഇതിനകത്തൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. മലയാളത്തിൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ല ഈ രീതിയിലുള്ളൊരു ചാർട്ട്. അപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഹെൽത്ത്, അല്ലെന്നൊരു ട്രാവല്, വെൽത്ത്, അതുപോലെ ലക്ക്, റിലേഷൻഷിപ്പ്, ഫൈനാൻസ്, സ്റ്റഡി. അപ്പൊ ഇത്രയും കാര്യങ്ങള് എങ്ങനെയുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഹെൽത്തിന്റെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഓരോ ആൾക്കാരുടെ സ്റ്റാർ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഓരോ നാളിന്റെ ആയിട്ട് പറയുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹെൽത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലർക്ക് 4 സ്റ്റാർ കാണും, ചിലർക്ക് 3 സ്റ്റാർ കാണും. അതുപോലെ കരിയർ, ഫൈനാൻസ്, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളും ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് പ്രഡിക്ഷൻ പാർട്ട് നമ്മൾ നോക്കുമ്പോൾ ചൊവ്വായെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം പല കേസിലും ചൊവ്വായെ അതുപോലെ കേതു, രാഹുക്കള് കൺസിഡർ ചെയ്യുന്നില്ല. കാരണം പല കേസിലും പല ആൾക്കാരുടെ ബർത്ത് ചാർട്ടില് ചൊവ്വ, കേതു ഇങ്ങനെയൊക്കെയുള്ള പ്ലാനറ്റുകൾ കണക്ട് ആയി നിന്ന് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആക്സിഡന്റ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് ട്രാൻസിഷന് ചൊവ്വയുടെ മേളിൽ കൂടെ ചൊവ്വ പോവുക, കേതു പോയിട്ട് കേതുവിന്റെ മേളിൽ കൂടെ കേതു കണക്ട് ആകുന്ന അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷന് ആക്സിഡന്റ് പറ്റിയിരിക്കും. അങ്ങനെ സ്ഥിരമായിട്ട് ആക്സിഡന്റ് പറ്റുന്ന ആൾക്കാരുണ്ടെന്ന രീതിയിൽ നമുക്ക് ബ്ലഡ് റെമഡി എന്നുള്ള റെമഡി ചെയ്യാം. അതല്ലെന്ന രീതിയിൽ നമ്മൾ ബ്ലഡ് ദാനം ചെയ്യുക. ഇതല്ലെന്ന രീതിയിൽ ആ ഒരു പീരീഡിൽ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പോയിട്ട് ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ആയിട്ടുള്ളൊരു കാഠിന്യത്തിന് കുറവ് വരുമെന്നുള്ളത് മനസ്സിലാക്കുക. പല ആൾക്കാർക്കും കംപ്ലൈന്റ് ഉണ്ട് വീഡിയോ ലോങ് ആയി പോകുന്നെന്ന്. അപ്പൊ നമ്മൾ ഇത് വളരെ ഷോർട്ടായിട്ടാണ് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങളിലൂടെ കവർ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത്, ശുക്രന്റെ വീഡിയോയ്ക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചൈൽഡ് ബർത്തുമായിട്ടുള്ള ഓരോ ആൾക്കാർക്ക് അബോർഷന്, അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത് റിലേറ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ IVF, അഡോപ്ഷന്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നത്, അങ്ങനെ പല സബ്ജക്റ്റും നമ്മുടെ പല വീഡിയോയ്ക്കകത്ത് ഒന്നി വാസ്തുവിന്റെ ആയിരിക്കും, ന്യൂമറോളജി ആയിരിക്കും, മൊബൈൽ ന്യൂമറോളജി ആയിരിക്കും, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി, അല്ലെ ചില യോഗങ്ങളെ, ചില ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഓരോ പല വീഡിയോയിലായിട്ട് കയറ്റിവിടുന്നുണ്ട്. അപ്പൊ ഇതെന്തായാലും നമ്മൾ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് അല്ലെ 5 to 7 മിനിറ്റ് നിർത്തത്തക്ക രീതിയിലുള്ള ഇതാണ് നോക്കുന്നത്. പിന്നെ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, ഇത് രാശി വെച്ചിട്ടുള്ള പ്രവചനമാണ്. ലഗ്നം വെച്ച് കറക്റ്റ് ഓരോരുത്തരെ നോക്കിക്കഴിഞ്ഞാൽ 100% അക്യുറേറ്റ് ആകുള്ളൂ എന്ന് മനസ്സിലാക്കും. മിഥുനൻ രാശി എന്ന് പറയുന്ന ജെമിനിയുടെ നോക്കിക്കഴിഞ്ഞാൽ നാളുകൾ നോക്കിക്കഴിഞ്ഞാൽ മകയിരം, തിരുവാതിര, പുണർദം. മകയിരത്തിന്റെ പകുതി, തിരുവാതിര, പുണർദത്തിന്റെ മുക്കാല്. അപ്പൊ ഇത്രയും നാളുകളാണ്. ഈ രാശിക്കാരുടെ നക്ഷത്രാധിപൻ ബുധനാണ്. അതുപോലെ മകയിരത്തെ നോക്കിക്കഴിഞ്ഞാൽ മകയിരത്തെ ഭരിക്കുന്ന ചൊവ്വാണ്, ഗുരുകർമ്മയാണ്. തിരുവാതിരയെ നോക്കിക്കഴിഞ്ഞാൽ രാഹുവാണ് ഭരിക്കുന്നത്, ശുക്രകർമ്മയാണ്. പുണർദത്തെ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴമാണ് ഭരിക്കുന്നത്, ശനികർമ്മയാണ്. അപ്പൊ നിങ്ങളുടെ കർമ്മകാര്യങ്ങളൊന്നും നോക്കുക. അപ്പൊ ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള നല്ല അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമനം വരാനൊക്കെ ഉള്ള സാഹചര്യങ്ങള്, വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വണ്ടി വാങ്ങിക്കാൻ, വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വെക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങള്, എവിടെയെങ്കിലുമൊക്കെ പൈസ കടം കൊടുത്തിട്ടുള്ളത് അങ്ങനെയൊക്കെ ഉള്ള പൈസ തിരിച്ചു കിട്ടാന്, അതുപോലെ ബാങ്കിൽ ലോൺ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ലോൺ കിട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങള്, ക്രെഡിറ്റ് കാർഡൊക്കെ അടയ്ക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന ആൾക്കാർക്ക് അങ്ങനെ അടച്ചു തീർക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങള്, അതുപോലെ വീടൊക്കെ കല്ലിടിയിൽ കർമ്മം നടത്താന്, പുതിയ ഇങ്ങനെ വീടുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ, വീട് മോടി പിടിപ്പിക്കാനൊക്കെ ഉള്ളത്, വണ്ടി മോടി പിടിപ്പിക്കാൻ, അങ്ങനെയൊക്കെ ഉള്ള ഒരു നല്ല സാഹചര്യങ്ങളെ പ്രതീക്ഷിക്കാതിരുന്ന രീതിയിലുള്ള പലയിടത്തും എന്തെങ്കിലും നമ്മൾ കൊടുത്ത പൈസ, കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാന്, അതുപോലെ വീടൊക്കെ വെക്കാൻ ലോണൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ആ ലോണ് കിട്ടാനും വീട് പണി സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അസുഖമൊക്കെ മൂർച്ഛിച്ചിരുന്ന ആൾക്കാർക്ക് ഒരു പരിധി വരെ അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യത. അതുപോലെ മെയ് 14 കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകാൻ ഈ ഒരു രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് കുട്ടികൾ ഉണ്ടാകാനൊക്കെ ഉള്ള സാഹചര്യം. അപ്പൊ ഈ മെയ് 14 കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വിവാഹബന്ധം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പുതിയ വിവാഹാലോചനകൾ വരാന്, ഹസ്ബൻഡ് വൈഫൊക്കെ നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ചെയ്യാന്, നല്ല ബന്ധങ്ങൾ പുലർത്താന്, ഊഷ്മളമായിട്ടുള്ള നഷ്ടപ്പെട്ട പഴയ സ്നേഹങ്ങളൊക്കെ തിരിച്ചു കിട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹാലോചനകൾ വരാനൊക്കെ ഉള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ഹയർ എഡ്യൂക്കേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വെളിയിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മെയ് 14 കഴിഞ്ഞു കഴിഞ്ഞാൽ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. വിദേശത്ത് പോകാന്, അല്ലെങ്കിൽ
ഇങ്ങനെ വിസ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടാകുന്നവരെ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഇഷ്യൂ ഉണ്ടാകുന്ന ആൾക്കാർക്ക് ആ പ്രശ്നമൊക്കെ മാറി ഒരു പരിധി വരെ കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരാനൊക്കെ ഉള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ IIM, IIT അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ ഉള്ള അഡ്മിഷൻ നോക്കിയിരുന്ന ആൾക്കാർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയം. 14-ാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിൽഗ്രിമേജ് എന്നതിലും ബന്ധപ്പെട്ട അല്ലെ നല്ല ഉല്ലാസയാത്ര നടത്താനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളെ ഒക്കെയാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറയാനുള്ളത്. അതേപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സമ്മാനാദികൾ കിട്ടാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളെ, പൈസ ബാങ്ക് ലോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ലോൺ കിട്ടാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങള്, അങ്ങനെ പൊതുവെ നമ്മൾ ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും അനുകൂലമായിട്ടുള്ള വരാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഒന്ന് മോശമാണെന്ന രീതിയിൽ അടുത്തത് നല്ലതായിട്ടുള്ള ഒരു ഫലങ്ങള്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇവരുടെ സ്റ്റാർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റാറിനകത്ത് ഈ പറഞ്ഞ മാതിരി ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചാർട്ട് നിങ്ങൾക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാർട്ട് നിങ്ങൾ നോക്കിയിട്ട് ഫൈനലായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഹെൽത്ത് എന്ന് പറഞ്ഞ ആരോഗ്യം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 സ്റ്റാർ ആണ്. അതുപോലെ ട്രാവല് യാത്രയുമായിട്ട് ബന്ധപ്പെട്ട നോക്കിക്കഴിഞ്ഞാൽ 4 സ്റ്റാർ ആണ്. പിന്നെ വെൽത്ത് 3 സ്റ്റാർ. ലക്ക് എന്ന് പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഭാഗ്യം 3 സ്റ്റാർ. റൊമാൻസ് അല്ല പ്രണയം നോക്കിക്കഴിഞ്ഞാൽ 4 സ്റ്റാർ ആണ്. അതുപോലെ ഫൈനാൻസ് നോക്കിക്കഴിഞ്ഞാൽ 4 സ്റ്റാർ. സ്റ്റഡി നോക്കിക്കഴിഞ്ഞാൽ 4 സ്റ്റാർ. അപ്പൊ പൊതുവെ ഈ രാശിക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിൽ അനുകൂലമായിട്ടുള്ള സമയമാണ്. ലക്കും വെൽത്തും മാത്രമേ ഉള്ളൂ 3 സ്റ്റാർ ആയിട്ടുള്ളത്. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ 4 സ്റ്റാർ ആണ്. ടോട്ടൽ ഇതിനകത്ത് 5 സ്റ്റാർ ആണുള്ളത്. അപ്പൊ ഇത് വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇതിൽ നിന്ന് വിലയിരുത്താവുന്നുള്ള മനസ്സിലാക്കാം. ഇത്ര ഈ ഒരു ടൈപ്പുള്ള പ്രഡിക്ഷൻ ഇന്നുവരെ മലയാളത്തിൽ വന്നിട്ടില്ല. നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള പല സബ്ജക്റ്റ് അല്ലെന്നില്ല നമ്മുടെ വീക്കിലി ഉള്ള വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ വീക്കിലി ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരാനെടുക്കാനും അത് കാണാനും എടുക്കാനും ഫസ്റ്റ് ഇത് ഇറങ്ങുന്നുണ്ട് തന്നെ കാണാനും എടുക്കാനും കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റാർ ഒക്കെ ഇട്ടിട്ടുള്ള ഈ ഒരു രീതിയിൽ ഒരാൾ ഇന്നുവരെ കൊടുത്തിട്ടില്ല. പക്ഷെ പ്രഡിക്ഷൻ നിങ്ങൾക്ക് അറിയണമെന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെന്നില്ല, നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടെ തന്നെ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അതുപോലെ ഇതിനകത്ത് യോഗയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും യോഗ ക്ലാസ് അങ്ങനെ പഠിക്കുക എടുക്കുക താല്പര്യം ഓൺലൈനായിട്ട് ചെയ്യേണ്ട ആവശ്യമുള്ള ആൾക്കാരുണ്ടെന്ന് ഇതിനകത്ത് ജോയിൻ ചെയ്യാം. അതുമാത്രമല്ല നമുക്കിപ്പോൾ ഏതെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും എഡ്യൂക്കേഷൻ സെക്ടറിൽ അല്ലെങ്കിൽ മോസ്ക്, ചർച്ച് ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥാപനത്തിന് സോഫ്റ്റ്വെയർ അതിൻ്റെ ഡെമോ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ബോഷർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് വേണമെന്നില്ല. അല്ലെന്നൊരു നിങ്ങൾ ഏതൊരു പ്രൊഫഷണൽ കമ്പനിയാണെന്നൊരു നിങ്ങൾക്ക് ലോഗോ ക്രിയേഷന് സ്പെഷ്യൽ വേർഡിങ്സ് വേണമെന്നില്ല. അതുമല്ലെന്നൊരു നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് നിങ്ങളുടെ നെയിം അലൈൻമെൻറ്റ് ചെയ്തിട്ട് നെയിം കറക്ഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല എനർജി പാസ് ചെയ്യത്തക്ക രീതിയിലുള്ള ലോഗോയും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ന്യൂമറോളജി, മൊബൈൽ ന്യൂമറോളജി, അല്ലെ ഈ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ വേദിക് അസ്ട്രോളജി, അല്ലെ ഇതുമല്ലെന്നൊരു AI റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പഠിക്കാൻ, അല്ലെന്നൊരു ഈ പറയുന്ന നമ്മുടെ കമ്പ്യൂട്ടർ റിലേറ്റഡ് മാത്രമല്ല നമുക്ക് നാഡി അസ്ട്രോളജി, അല്ലെങ്കിൽ ഈ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള മൊബൈൽ ന്യൂമറോളജി, ഈ പറയുന്ന നമ്മളെ കവർ ചെയ്യുന്ന സബ്ജക്ട്, അതുപോലെ വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള അസ്ട്രോ വാസ്തു ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കൺസൾട്ടേഷനോ കാര്യങ്ങളോ ആവശ്യമുണ്ടെന്ന രീതിയിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ വാട്സപ്പ് നമ്പറിൽ. അല്ല ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമുണ്ടെന്നില്ല, ലോഗോ ക്രിയേഷന്, ഇങ്ങനെയുള്ള അഡ്വാൻസ്ഡ് വാസ്തു, അല്ലെങ്കിൽ ഈ ന്യൂമറോളജി, അങ്ങനെ പല സബ്ജക്റ്റ് നമ്മുടെ കവർ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്യാവുന്നതാണ്.